ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേരള പാഠാവലിയിലെ മലയാളം നാടേ ജയിച്ചാലും എന്ന കവിത അല്ലേ പഠിച്ചത്. കവിത ഈണത്തിൽ ചൊല്ലാനൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? നമ്മളെല്ലാവരും കൂടെ ചൊല്ലിയില്ലേ? അപ്പം ആ കവിതയൊക്കെ നിങ്ങൾ ചൊല്ലി പഠിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. ആ മലയാള നാടേ ജയിച്ചാലും എന്ന കവിതയിൽ നാം ഏതൊക്കെ കവികളെ ആയിരുന്നു പരിചയപ്പെട്ടത്? പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളുമായിട്ടുള്ള 6 കവികളെയാണ് നാം അതിലൂടെ പരിചയപ്പെട്ടത്. അത് ഏതൊക്കെ കവികളായിരുന്നു? പരശതം വർഷങ്ങൾക്കപ്പുറത്ത പരിചയലും തുഞ്ചൻ പറമ്പിലങ്ങോ എന്ന് പറയുന്നത്. അതിനകത്തൂടെ ആ തുഞ്ചൻ പറമ്പ് എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കവിയെക്കുറിച്ച് മനസ്സിലായി കാണും. ഏത് കവിയാണത്? എഴുത്തച്ഛൻ അല്ലേ? എഴുത്തച്ഛനെ കുറിച്ചാണ് തുഞ്ചൻ പറമ്പ് എന്ന് കേട്ടപ്പോൾ തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തുഞ്ചൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് അല്ലേ? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാൻ ചെറുശ്ശേരി പാട്ടുപാടി. അവിടെ മണിമുകിൽ വർണ്ണ അതായത് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കവി ആരാണ്? അത് ആരാണ്? ചെറുശ്ശേരി അല്ലേ? ചെറുശ്ശേരിയെ കുറിച്ചാണ്, ചെറുശ്ശേരി നമ്പൂതിരിയെ കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർക്ക് 3 പേർക്കും കൂടി നാം ഒരു പേര് പറഞ്ഞു. എന്താണ്? പ്രാചീന കവിത്രയം. ത്രയം എന്ന് പറഞ്ഞാൽ 3 പ്രാചീന കവിത്രയം. അപ്പോൾ ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. അപ്പോൾ ഈ 3 പേരെ കുറിച്ചുമാണ് ചൂണ്ട്. അത് മാത്രമല്ലോണോ ഉള്ളത്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ആരാ? സ്നേഹഗായകനായ കുമാരനാശാനെ കുറിച്ചാണ് അല്ലേ? കുമാരനാശാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വള്ളത്തോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മണിവീണ മന്ദം എടുത്തുമീട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെക്കുറിച്ചാണ്? വള്ളത്തോളിനെ കുറിച്ചാണ്. ശബ്ദസുന്ദരനായ വള്ളത്തോളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പറഞ്ഞിരിക്കുന്ന പണ്ഡിതനായ ഒരു കവിയെക്കുറിച്ച്, പാണ്ഡിത്യം നിറഞ്ഞ ഒരു കവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഉള്ളൂരിനെ കുറിച്ചാണ് അല്ലേ? ഉള്ളൂർ പരമേശ്വര അയ്യർ. അപ്പോൾ ഉള്ളൂരിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ 3 പേരെയും കൂടെ നാം ഒരു പേരിൽ അറിയപ്പെടും. എങ്ങനെ അറിയപ്പെടുന്നത്? ആധുനിക കവിത്രയങ്ങൾ. അപ്പോൾ പ്രാചീന കവിത്രയങ്ങളെക്കുറിച്ചും ആധുനിക കവിത്രയങ്ങളെക്കുറിച്ചുമാണ് ഈ കവിതയിലൂടെ ചങ്ങമ്പുഴ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കാവ്യശൈലിയുടെ പ്രത്യേകതകളെക്കുറിച്ചും അവരുടെ കാവ്യശൈലികളെക്കുറിച്ചും അവരുടെ കവിതയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞത്. അപ്പം നമ്മൾ കവിതയുടെ ആശയം മനസ്സിലാക്കി, കവിതയ്ക്ക് ഈണം കണ്ടെത്തി, ഈ കവിതയിൽ ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇത്രയും ചെയ്തില്ലേ? ഇനി നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. അതായത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഒരു പദസൂര്യൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പം ഈ പദസൂര്യനിൽ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയുടെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ സവിശേഷതകളാണ്? ഇതിൻ്റെ കവിതയിലെ കേരളീയത നൂറ്റി നിൽക്കുന്ന കവിതകളാണ് അതിലുള്ളത്. കേരളീയത, അതുപോലെ തന്നെ ഫലിതം, അതുപോലെ പരിഹാസം, മറ്റൊന്ന് കവിതയുടെ താളഭംഗി അല്ലേ? അപ്പോൾ ഇത്രയും നല്ല. ഇനിയും നമുക്ക് കുറേ പ്രത്യേകതകൾ അത് എഴുതാൻ പറ്റും. എന്തൊക്കെയാ? അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ അല്ലേ? അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ട്. ഏത് നൂറ്റാണ്ടാണ്? 18ാം നൂറ്റാണ്ട്. പിന്നെ ഫലിതം എന്ന് പറയുമ്പം ആ ഫലിതത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുക? സമൂഹത്തിലെ തിന്മകളെയൊക്കെ എന്ത് ചെയ്താണ്? അദ്ദേഹം പരിഹസിക്കുക അല്ലേ? വെറുതെ തമാശ പറയുക മാത്രമല്ല, അദ്ദേഹം നമ്മെ ചിന്തിപ്പിക്കുക കൂടി ചെയ്ത കവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏത് കവി എന്നറിയപ്പെടുന്നത്? ജനകീയ കവി എന്നാണ് അറിയപ്പെടുന്നത്. കുഞ്ചൻ നമ്പ്യാരെ അറിയപ്പെടുന്നത്.
അപ്പോൾ ഈ ബാക്കി പദസൂചനയെല്ലാം നമുക്കിങ്ങനെ പൂർത്തീകരിക്കുക. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കണം. എൻ്റെ കഥ ഞാൻ തന്നെ എഴുതിയാൽ അത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ എഴുതിയാൽ അതെന്താവും? അത് ആത്മകഥയാവും അല്ലേ? അപ്പം എൻ്റെ കാര്യം മറ്റുള്ളവർ എഴുതിയാൽ അത് എന്താവും? ജീവചരിത്രക്കുറിപ്പാവും. അപ്പോൾ അതുപോലെ നമുക്കും ഇപ്പം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നാം എഴുതുമ്പം അതെന്തായി മാറും? ഒരു ജീവചരിത്രക്കുറിപ്പായി മാറും. ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ജനനം, ഇപ്പം നമുക്ക് പ്രാചീന കവിത്രയങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളങ്ങ് അറിവില്ല. അപ്പോൾ അതിപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് അവർ ജീവിച്ചിരുന്നതെന്നേ അറിയാനേ. കാരണം 18-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭവനം കലക്കത്ത് ഭവനമാണ്. അപ്പം അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച്. പിന്നെ അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു. പിന്നീട് ആ കവിതയ്ക്ക്, തുള്ളൽ കവിതകൾക്കൊക്കെ എന്താ ഒരു താള ഭംഗിയുണ്ട്. പിന്നെ കേരളീയത മുഴുവിറ്റ് നിൽക്കുന്ന കവിതകളാണ് തുള്ളൽ കവിതകൾ. പിന്നെ എന്തുണ്ട്? ഫലിതം ആണ്. ഇപ്പം കവിതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഫലിതത്തിൽ തൈലം പകർന്നു പറഞ്ഞു. കാരണം ഫലിതത്തിൻ്റെ കൂടുതൽ പ്രാധാന്യം ഉള്ള കവിതകളാണ്. ഫലിതത്തിലൂടെയാണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷെ ഫലിതം മാത്രമാണ് എന്താ നമ്മെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. വെറുതെ അങ്ങ് ഫലിതം പറഞ്ഞു പോവുകയില്ല, അതിലൂടെ നമ്മെ ചിന്തിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിഹാസമുണ്ട്. അദ്ദേഹം ഫലിതത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? സമൂഹത്തിലെ നമ്മളെ പരിഹസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊക്കെ എഴുതാം. ഇത്രയും എഴുതുമ്പോൾ എന്തായി? അത് നല്ലൊരു ജീവചരിത്ര കുറിപ്പായി. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കുഞ്ചൻ നമ്പ്യാരെ മലയാളത്തിലെ മഹാകവിയും ഹാസ്യസാഹിത്യ ചക്രവർത്തിയുമായാണ് സാഹിത്യലോകം ആദരിക്കുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹം ജനിച്ച കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനം ഇന്ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായി നിലകൊള്ളുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാവ്യങ്ങൾ ഏതൊക്കെയാണ്? കല്യാണ സൗഗന്ധികം, സെമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, ബാലിവിജയം, കീചകവധം തുടങ്ങി 64ഓളം തുള്ളൽ പാട്ടുകളും ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, 24 വൃത്തം മുതലായ കാവ്യങ്ങളുമാണ് പ്രധാന കൃതികൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കൊച്ചു ക്ലാസ് മുതൽ തുള്ളൽ കവിതകളൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നല്ലൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കത്തില്ലേ? ഇനി അടുത്തതായിട്ട് പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളല്ലേ ആയുള്ളൂ. ഇനി ബാക്കി 2 പേരില്ലേ? ആരൊക്കെയാ? എഴുത്തച്ഛനും ചെറുശ്ശേരി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത എഴുത്തച്ഛനെ കുറിച്ച് മനസ്സിലാക്കാം. എഴുത്തച്ഛനെ കുറിച്ച് നിങ്ങൾ എല്ലാം അല്ലേ, തുഞ്ചൻ പറമ്പ് നമ്മളെല്ലാം കേൾക്കുന്നതാണ്. കൊച്ചു കുട്ടികളൊക്കെ എഴുത്തിനെത്തുന്നതൊന്നും തുഞ്ചൻ പറമ്പിലെ മണ്ണ് കൊണ്ടുവന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തുഞ്ചൻ പറമ്പ് എവിടെയാണ്? തുഞ്ചൻ പറമ്പ് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഉള്ളത് തുഞ്ചൻ പറമ്പ്. അദ്ദേഹത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എഴുത്തച്ഛനെ അറിയപ്പെടുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ്. കാരണം ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടാൻ കാരണം എന്താ? കാരണം നമ്മുടെ മലയാള ഭാഷ തുടക്കത്തിൽ അല്ലേ, മലയാള ഭാഷയിൽ എന്തിൻ്റെ സ്വാധീനമുള്ള? തമിഴിൻ്റെ സ്വാധീനമുള്ള, അതായത് പാട്ട് പ്രസ്ഥാനം. അപ്പോൾ തമിഴിൻ്റെ സ്വാധീനവും
അതുപോലെ ഒരു ഘട്ടത്തിൽ എന്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു? സംസ്കൃതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു, മണിപ്രവാള സാഹിത്യം അല്ലേ. അപ്പോൾ ആ പാട്ട് സാഹിത്യവും മണിപ്രവാള സാഹിത്യവും ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ചെയ്തത് സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെ വേണ്ട കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും അല്ലാതുള്ളതിനെ കളയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഭാഷയാണ് ഇന്നത്തെ മലയാള ഭാഷ. അപ്പോൾ എഴുത്തച്ഛൻ്റെ ഭാഷയാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ടാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് ആരെ അറിയപ്പെടുന്നത്? എഴുത്തച്ഛനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എഴുത്തച്ഛൻ ഭക്തി പണ്ട് എഴുത്തച്ഛന് മുമ്പ് കൂടുതൽ കാവ്യങ്ങൾ ഇങ്ങനെയുള്ള ഭക്തികാവ്യങ്ങളായിരുന്നു അല്ലേ, ഭക്തിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യമുള്ളത്. പിന്നീട് ഇനി എഴുത്തച്ഛൻ്റെ കവിതകൾ നിങ്ങൾ കേട്ട് കാണും. ശാരിക പൈതലേ ചാരുശീലേ എന്നും പറഞ്ഞാണ് എഴുത്തച്ഛൻ്റെ കവിതകളൊക്കെ തുടങ്ങുന്നത്. അപ്പം എവിടെയും എഴുത്തച്ഛൻ കിളിമകളെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് എന്തെഴുതിയിരിക്കുന്നത്? എഴുത്തച്ഛൻ കവിതകൾ രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ പഠിച്ചോളും. അപ്പം എപ്പോഴും കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് ആരോ കവി എഴുതിയിരിക്കുന്നത്? എഴുത്തച്ഛൻ. അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനം. അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാ പറയാം? എഴുതാം. ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ്. അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അധ്യാത്മരാമായണം, കിളിപ്പാട്ടും മഹാഭാരതവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതുപോലെ എഴുത്തച്ഛൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? 16-ാം നൂറ്റാണ്ട്. ഏത് നൂറ്റാണ്ടിലാണ്? 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. അപ്പം അത് എഴുത്തച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് ജീവിതത്തെക്കുറിപ്പ് തയ്യാറാക്കുമ്പം എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ എഴുത്തച്ഛനെ കുറിച്ചൊന്ന് വായിച്ചിരിക്കാം. അപ്പം ആധുനിക മലയാള ഭാഷയുടെ പിതാവായും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായും എഴുത്തച്ഛൻ അറിയപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരാണ് ജന്മസ്ഥലം. തുഞ്ചൻ പറമ്പ് എന്നാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. കിളിപ്പാട്ട് എന്ന കാവ്യപ്രസ്ഥാനം മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് എഴുത്തച്ഛനായിരുന്നു. തമിഴ് പാരമ്പര്യത്തിൽ നിന്ന് നിലനിർത്താവുന്നവയെ നിലനിർത്തിയും സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിക്കാവുന്നവയെ സ്വീകരിക്കുകയും മലയാളത്തിൻ്റെതായി പുതിയൊരു സാഹിത്യ ഭാഷയ്ക്ക് എഴുത്തച്ഛൻ രൂപം നൽകി. അധ്യാത്മരാമായണം, കിളിപ്പാട്ടും ശ്രീ മഹാഭാരതവുമാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുത്തച്ഛൻ്റെ ജീവചരിത്രക്കുറിപ്പിൽ ഉൾപ്പെടുത്തണം. ഇനി അടുത്ത ആരാണ്? നമ്മൾ പഠിച്ച ആ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട മറ്റൊരു കവി ആരാണ്? ചെറുശ്ശേരിയാണ് അല്ലേ. അപ്പോൾ ചെറുശ്ശേരിയെക്കുറിച്ച് കാരണം കൃഷ്ണഗാഥ എന്ന് പറയുന്ന ഒരൊറ്റ കാവ്യം കൊണ്ട് അല്ലേ ഇന്നും ചിരപ്രതിഷ്ഠ നേടിയ ഒരു കവിയാണ് ആരെന്ന് പറയുന്നത്? ചെറുശ്ശേരി. അപ്പോൾ ആ കവിതയിൽ തന്നെ പറയുന്നുണ്ട് എന്താ? മലയാളം നാട് ജയിച്ച കവിതയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് അതിന്. അപ്പം ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് അദ്ദേഹം എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൃഷ്ണഗാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃഷ്ണഗാഥ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ പാട്ട് എന്ന അർത്ഥമാണ്. ഗാഥ എന്ന് പറഞ്ഞാൽ എന്താ? പാട്ടാണ്. അപ്പം കൃഷ്ണഗാഥ എന്നും അല്ലെങ്കിൽ കൃഷ്ണപ്പാട്ട് എന്നും അത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ ഒരു അംഗമായിരുന്നെന്നും ഒക്കെ ഉള്ള കഥകൾ ചെറുശ്ശേരിയെക്കുറിച്ചുണ്ട്. ഇനി ചെറുശ്ശേരി ജീവിച്ചിരുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 15-ാം നൂറ്റാണ്ടാണ്. ഏത് നൂറ്റാണ്ട്? 15-ാം നൂറ്റാണ്ട്. അപ്പം പ്രാചീന കവിത്രയങ്ങളിൽ തന്നെ ആദ്യത്തെ ആളാരാ? ചെറുശ്ശേരിയാണ് അല്ലേ. 15-ാം നൂറ്റാണ്ടിലെ എഴുത്തച്ഛൻ, 16-ാം നൂറ്റാണ്ടിൽ അടുത്ത കുഞ്ചൻ നമ്പ്യാർ, 18-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരി. അപ്പോൾ ചെറുശ്ശേരിയുടെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. കാരണം ചെറുശ്ശേരിയുടെ മറ്റ് കാവ്യങ്ങളൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. പക്ഷെ കൃഷ്ണഗാഥ എന്ന് പറയുന്ന ഒരൊറ്റ
കാവ്യം മാത്രമേ ചെറുശ്ശേരിയുടേതായിട്ട് ചില നിരൂപകരൊക്കെ പറയപ്പെടുന്നുള്ളൂ. മറ്റു കാവ്യങ്ങളുണ്ട് അതൊന്നും അത്ര പ്രസിദ്ധമല്ല. അപ്പം ഭാഗവതം ദശമസ്കന്ധമാണ് ഈ കൃഷ്ണഗാഥയ്ക്ക് അവലംബം. അതിലെ കഥകളാണ് കൃഷ്ണഗാഥയ്ക്ക് പ്രമേയമായിട്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആ ചെറുശ്ശേരിയെക്കുറിച്ച് നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 15-ാം നൂറ്റാണ്ട്. ഉത്തര കേരളത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു. കൃഷ്ണഗാഥ എന്ന കൃതിയിലൂടെ അദ്ദേഹം പ്രസിദ്ധനായി. കോലത്തിലെ രാജാവായ ഉദയവർമ്മൻ്റെ സദസ്യനായിരുന്നു. ഉദയവർമ്മ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കൃഷ്ണഗാഥ രചിച്ചതെന്ന് കരുതുന്നു. കൃഷ്ണഗാഥ എന്നാൽ കൃഷ്ണനെക്കുറിച്ചുള്ള പാട്ട് എന്നാണ് അർത്ഥം. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഇതിലെ ഉള്ളടക്കം. ഗാഥാവൃത്തമായ മഞ്ചരിയിലാണ് ഈ കാവ്യം രചിക്കുന്നത്. അപ്പോൾ ഏത് വൃത്തം? മഞ്ചരി വൃത്തത്തിലാണ്, ദ്രാവിഡ വൃത്തം മഞ്ചരി വൃത്തത്തിലാണ് ഈ കൃഷ്ണഗാഥ എന്ന് പറയുന്ന കാവ്യം രചിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും ഈ 3 പേരെക്കുറിച്ചും ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, അപ്പം നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ ഇൻ്റർനെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ലൈബ്രറി പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാൽ അതൊന്ന് നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇവർ 3 പേരെക്കുറിച്ചും ഒരു ജീവചരിത്രക്കുറിപ്പ് ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കണം. ഇനി അടുത്തത് ആരാണ്? ആധുനിക കവിത്രയങ്ങളാണ് അല്ലേ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോൾ അവർ 3 പേരെക്കുറിച്ചുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇവരുടെ 3 പേരുടെയും കവിതകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കവിതകൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആശാൻ്റെ തന്നെ പൂക്കാലം എന്ന് പറയുന്ന കവിത നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതാ പൂക്കുന്നിതാ മുല്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവും, പൂക്കുന്ന ശോകം അല്ലേ? കേട്ട് കാണുമല്ലോ. അതുപോലെ ഉള്ളൂരിൻ്റെയും വള്ളത്തോളിൻ്റെയൊക്കെ കവിതകൾ, വള്ളത്തോളിൻ്റെ തറവാട്ടമ്മ എന്ന് പറയുന്ന കവിതയൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലേ? നമ്മുടെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന. അപ്പോൾ ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് കൂടി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. ഇനി ഈ കവിത മലയാള നാടേ ജയിച്ചാലും എന്ന് പറയുന്ന കവിത എഴുതിയതാരാണ്? നമുക്കെല്ലാം പ്രിയപ്പെട്ട കവിയായ ചങ്ങമ്പുഴ. പുളകപ്പുലരുളി മാറി മാറി പുണരുമപ്പൊൻകവിൾ പൂവിണയിൽ നിഴലിക്കയാണപ്പഴപ്പഴോരോ മഴവില്ലിൻ കൊച്ചു കൊച്ചങ്കുരങ്ങൾ അവയൊപ്പിയൊപ്പിയെടുക്കുവാനിൻ അധരങ്ങൾ സന്നദ്ധമായിരിക്കേ അനുരാഗലോലുപെ നീയവയ്ക്കിന്നനുമതിയേകാതിരിപ്പതെന്തേ. ചങ്ങമ്പുഴ കവിതകളെല്ലാം തന്നെ ജനകീയമായിരുന്നു. ആർക്കും ചൊല്ലാവുന്ന തരത്തിൽ ലളിതമായിരുന്നു മിക്ക കൃതികളും. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ജനകീയ കവിയായി ചങ്ങമ്പുഴ വേറിട്ടു നിന്നു. പ്രത്യേകതകൾ കൊണ്ട് ഏറെ സമ്പന്നമായിരുന്നു ചങ്ങമ്പുഴ കൃതികൾ. അന്തിച്ചുകപ്പാർന്നൊരമ്പരത്തിങ്കലേക്കെന്തിന്നു പിന്നെയും പായുന്നു നേത്രമേ കൽപ്പാങ്കുരം പോലെ കമ്രമായുള്ളൊരാ കർപ്പൂര കണ്ടമുദിച്ചതില്ലിന്നിയും. വായിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ആ രാഗഗീതങ്ങൾ കവിയുടെ ഒരു പൊൻപുലരിയായി അനുവാചകർ കണ്ടെത്തി. പ്രേമാനുഭൂതിക്കു മാറ്റുകൂട്ടും ഹേമന്ത ചന്ദ്രിക വന്നുപോയി മൂടൽ മഞ്ഞാൽ ആ വെളുത്ത നേർത്ത മൂടുപടമിട്ടൊരന്തരീക്ഷം.
കനകച്ചിലങ്ക കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകും ഉടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകൊരു ഉടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. മലയാള ഭാഷയുടെ ശക്തിയും മനോഹാരിതയും സൗന്ദര്യവും കണ്ടറിഞ്ഞ കവിയാണ് ചങ്ങമ്പുഴയെന്ന് അദ്ദേഹത്തിന്റെ കാവ്യനർത്തകി തെളിയിക്കുന്നു. ചങ്ങമ്പുഴയുടെ 25ാമത്തെ വയസ്സിലാണ് രമണൻ എന്ന നാടകീയ ഗ്രാമീണ വിലാപകാവ്യം അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചത്. കാമുകി കാമുകന്മാരുടെ പ്രേമഭംഗവും കാമുകന്റെ ആത്മഹത്യയുമാണ് രമണന്റെ പ്രമേയം. എങ്കിലും ചന്ദ്രികേ നമ്മൾ കാണും സങ്കൽപ്പലോകമല്ലിയുലകം. ചങ്ങമ്പുഴയ്ക്ക് ഒന്നിനും പിശുക്കില്ലായിരുന്നു. സ്നേഹത്തിലും വാക്കുകളുടെ പ്രയോഗത്തിലും കലവറ കൂടാതെ പറയുന്നതിലും പിശുക്കില്ലായിരുന്നു. മാത്രമല്ല, ധാരാളിത്തമുണ്ടായിരുന്നു താനും. അതെ, സ്നേഹിച്ചു തീരാത്ത ഒരാത്മാവിന്റെ ഗദ്ഗതമാണ് ഈ കല്ലറയ്ക്കുള്ളിൽ. അതെ, ആ അസ്ഥിമാടം ഇന്നും സ്പന്ദിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിലെ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതും കൂടി എഴുതുമ്പം ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് പറഞ്ഞ് MK സാനു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം കിട്ടുവാണെങ്കിൽ അതെടുത്ത് വായിക്കണം. അപ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് കൂടി നിങ്ങൾ തയ്യാറാക്കണം. അപ്പം ഇതും കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഉറപ്പായിട്ടും പ്രാചീന കവിത്രങ്ങളുടെയും ആധുനിക കവിത്രങ്ങളുടെയും അതുപോലെ ചങ്ങമ്പുഴയുടെയൊക്കെ ജീവചരിത്രക്കുറിപ്പുകൾ നിങ്ങൾ ഉറപ്പായിട്ടും തയ്യാറാക്കണം. അതെല്ലാം നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിക്കുകയും വേണം.